لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ജനിക്കുകയും മരിക്കുകയും ചെയ്ത മാസമാണ്. ഇത്തരം മാസങ്ങളിൽ പ്രവാചകനെ കൂടുതൽ കൂടുതൽ അനുസ്മരിക്കുക, കൂടുതൽ ജനങ്ങളിലേക്ക് പ്രവാചകന്റെ സന്ദേശം എത്തിക്കുക, പ്രവാചകന്റെ മഹത്വം ലോകത്ത് മുഴുവൻ ഉദ്ഘോഷിക്കുക എന്ന് പറയുന്ന സംഗതി, അത് ഒരു മാസം പ്രത്യേകമായി തന്നെ നടക്കുന്നുവെങ്കിൽ അതിലൊരുപാട് നന്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ പെടുക എന്നതാണ്. ഒരു മനുഷ്യൻ ഭൂമുഖത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉള്ള ജനിച്ചു വീഴുന്ന മനുഷ്യന്മാർ, അവർ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർഭാഗ്യവാൻ എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ പെടുകയും പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഭാഗ്യ നിർഭാഗ്യം എന്ന് പറയുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അഷ്റഫുൽ ഖൽഖ് എന്ന വിശേഷണത്തോടുകൂടി പ്രവാചകനെ നിയോഗിക്കുകയും ആ പ്രവാചകൻ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ ഇനി ആ ഒരു വഴി മാത്രമേ ഉള്ളൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വീകാര്യമാവണമെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത കോലത്തിൽ അള്ളാഹുവിലേക്കുള്ള കവാടം ഏകീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. അഹ്ലുസുന്നത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു അൽ ജമാഅത്തിലൂടെ ആണ് ആ ദൗത്യം ഈ ഭൂമുഖത്ത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ എത്തേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളുടെ പരമ്പര അവിടുന്ന് അങ്ങനെ തോന്നി, അതാണ് പ്രവാചകനെ അനുസരിച്ച് അംഗീകരിച്ച ആളുകളുടെ ആ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക, പ്രവാചകന്റെയും സഹാബികളുടെയും പരമ്പരയിൽ എത്തിച്ചേരുവാൻ സാധിക്കുക എന്നതാണ്.
നമുക്കറിയാൻ സാധിക്കും, ഇതിന് ഉള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റുക എന്നതാണ്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയും. പൂർണ്ണമായി പിൻപറ്റുക. പ്രവാചകൻ പറഞ്ഞത് മുഴുവനും ദീനാണ്, ഖുർആനിലുള്ളത് മുഴുവനും ദീനാണ്. അതിനെ പൂർണ്ണമായും ഇത്തിബാഅ് ചെയ്യുവാൻ, ഇത്തിബാഉർ റസൂൽ, ഹുബ്ബുർ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു തആല ചേർത്ത് വെച്ച ഒന്നാണ് ഇത്തിബാഉർ റസൂൽ. ഇന്ന് ഹുബ്ബുർ റസൂൽ കൊണ്ട് നടക്കുകയും ഇത്തിബാഉർ റസൂൽ പാടെ നിരാകരിക്കപ്പെടുകയും വിപരീത ദിശയിൽ പോവുകയും ഒക്കെ, ഇത്തിബാഉർ റസൂലിന്റെ വിപരീത ദിശയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ പാരമ്പര്യം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ പാരമ്പര്യം മുറുകെ പിടിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇട്ടേച്ചിട്ടുണ്ട്. അടുത്ത തലമുറക്ക്, അന്ത്യനാൾ വരേക്കുമുള്ള ജനതയ്ക്ക് 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ അവശേഷിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ ഇതാ നിങ്ങളിൽ വിട്ടേച്ച് പോകുന്നു. അങ്ങനെ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴി തെറ്റുകയില്ല. ലൻ തദില്ലുമാ തമസ്സക്തും ബിഹിമ. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കാന്നോ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് പിടിക്കണം. മനുഷ്യന് എല്ലാ പല്ലും പോയാലും ബാക്കിയാവുന്ന ഒരു പല്ല്, അവസാനം അത് പോവാതെ നിൽക്കുന്ന പല്ലുണ്ടെങ്കിൽ അതാണ്. ആ പല്ല് കൊണ്ട് ഏറ്റവും പരമാവധി പിടിക്കാവുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്താണത്? കിതാബ് അല്ലാഹി വ സുന്നത്തി റസൂലി, അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയുമാണ്. അഖിലുസ് സുന്നത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പ്രവാചക ചര്യയിലുള്ള ഒരു അൽജമാഅത്ത്, ആ അൽജമാഅത്തിന് നിങ്ങൾ അതിന്റെ പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ രക്ഷപ്പെടും. പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു, എന്റെ സമുദായം 70-ൽ പരം സംഘങ്ങൾ, 70 ചില്ലാനം സംഘങ്ങളായി മാറും. 70ന്റെ അർത്ഥം അറ്റമില്ലാത്തത് എന്നാണ്. വെറും 70 അല്ല, ലോകത്ത് 70,000 മുതലല്ല സംഘങ്ങൾ ഉണ്ടാവുക. ആ 70 എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അവർക്ക് മുനാഫിക്കുകൾക്ക് 70 വട്ടം താങ്കൾ പാപമോചനം തേടിയാലും ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് ഖുർആൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ. 70 വട്ടമേ. പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, 70 തവണ അവർക്ക് പാപമോചനം തേടിയാൽ പുറത്തു കൊടുക്കുമായിരുന്നെങ്കിൽ ഞാനത് തേടുമായിരുന്നു. ആ 70ന്റെ അർത്ഥം അറ്റമില്ലാത്തത് എന്നാണ്. അതേപോലെ നരകത്തിൽ 70 മുഴം ചങ്ങലകൾ എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതിന് ഒരിക്കലും നിർണയിക്കാൻ സാധ്യമല്ലാത്ത അത്ര ഭീകരമായ ഒന്നാണ് ആ അർത്ഥത്തിൽ. അതേപോലെ തന്നെ 70-ൽ പരം സംഘങ്ങളാവും എന്റെ സമുദായം. അതിൽ ഒരു സംഘം മാത്രമേ വിജയിക്കുകയുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച ആളുകൾ ആരാണോ ആ സംഘം, ആ വ്യക്തി, ആ കുടുംബം, അവരാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുക എന്ന് പ്രവാചകൻ പറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ സുന്നി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നാട്ടിലുള്ള ഒരു പ്രത്യേകമായ ഒരു കൂട്ടരുടെ അവകാശവാദം ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. ആ അവകാശവാദം തന്നെ തികച്ചും അക്രമമാണ്. 8 മക്കളുണ്ടെങ്കിൽ ആ 8 മക്കളിൽ ഒരുത്തൻ എന്റേതാണ് ഉപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഗുരുതരമായ പാതകമാണോ അതുപോലെ ബാക്കി 7 ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഉമ്മയും ബാപ്പയും. ഒരുത്തൻ അങ്ങോട്ട് പറയാതെ ഞങ്ങളാണ്. റസൂലിന്റെ കാലശേഷം ഷിയ സുന്നി എന്ന് പറഞ്ഞ 2 വിഭാഗങ്ങൾ ഉണ്ടായി. ഷിയാക്കളല്ലാത്തവരൊക്കെ എല്ലാവരൊക്കെ സുന്നികളാണ്. മാത്രമല്ല ഷിയാക്കളുടെ കൂട്ടത്തിലും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളുണ്ട്. അവരും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അവരിൽ കുഫർ ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സുന്നി വിഭാഗത്തിലുമുണ്ട് കൊടിയ ശിർക്കും കുഫറും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അത് അക്കാലഘട്ടത്തിൽ 2 പിളർപ്പുണ്ടായി, 2 ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആ ഭാഗത്തെ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമില്ല. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചു ചേരുന്ന ഒരവസ്ഥയും ലോകത്തുണ്ട്. അവര് 2 കൂട്ടരിലുമുണ്ട് പിഴച്ച ആളുകൾ, 2 കൂട്ടരിലുമുണ്ട് ഏറ്റവും നന്മ. അഹ്ലുസ് സുന്നത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടൊരു അൽജമാഅത്ത് അത് നേടിയെടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇറാനൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആളുകളുണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ അവരൊക്കെ കാഫിറുകളാണ് അല്ലെങ്കിൽ വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞാൽ ആരാണോ പറയുന്നത് അവരെങ്ങാനും വഴിപിഴച്ചവരല്ലെങ്കിൽ ആ പറഞ്ഞവന്റെ നേരെ അത് വരിക തന്നെ ചെയ്യും, അവൻ പിഴച്ചു പോവുകയും ചെയ്യും. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് ആർക്കെങ്കിലും കുത്തകയായിട്ട് ഇനി ഏറെ പറയുകയാണെങ്കിൽ ഷിയാക്കളല്ലാത്തവരെ സുന്നികളാണ് എന്ന് പറയാൻ പറ്റില്ല. ഷിയാക്കളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. സുന്നി എന്ന് പറയുന്ന വിഭാഗത്തിൽ എല്ലാ വിഭാഗവും പെടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സുന്നി ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിക്രമപരമായ വർത്തമാനമാണത്. അതിന് അള്ളാഹുവിന് മുമ്പിൽ തികച്ചും കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല
ഈ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രവാചകനും സഹാബികളുമാണ്, അവരെ പിൻപറ്റിയ ആളുകളെയുമാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇന്ന് അതെന്തായി മാറി? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പോലെ ഈ പാരമ്പര്യം എന്തിലേക്ക് മാറി? അത് തൊട്ടു മുമ്പുള്ള പൂർവികരുടെ പാരമ്പര്യത്തിലേക്ക് മറിക്കപ്പെട്ടു. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തൊട്ടു മുമ്പുള്ള പൂർവികരുടെ, അത് ക്രിസ്ത്യാനികൾ അതിൽ വഞ്ചിതരായിട്ടുണ്ട്, ജൂതന്മാർ അതിൽ വഞ്ചിതരായിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം സമുദായം അങ്ങനെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാരെന്നാണ്, ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാരെന്ന് എല്ലാവരും പറയും. ക്രിസ്ത്യാനികളും പറയും, അതേപോലെ ജൂതന്മാരും പറയും, മുസ്ലിം സമുദായത്തിലും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾ എന്തൊക്കെ നീ എന്ത് ഇസ്ലാമിനെ എങ്ങനെ അവതരിപ്പിച്ചാലും ഞങ്ങളുടെ വാപ്പപ്പന്മാര് പോയ രീതിയിലേ ഞങ്ങൾ പോവൂ എന്ന് പറയുന്ന ഒരു രീതി. വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് ജൂത ക്രൈസ്തവ സമൂഹം ചെയ്ത ഏറ്റവും വലിയ പാതകമാണ്, അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. വഇദാ ഖില ലഹു തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന. അല്ലാഹു അവതരിപ്പിച്ച വിധികളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് അവരോടെങ്ങാനും പറയപ്പെട്ടാൽ അവർ പറയും, ഇല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു വന്ന അതേ മാർഗമേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു കളയും. വലിയൊരു പാതകമായിട്ടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഞങ്ങളെ വാപ്പപ്പാപ്പാര് എങ്ങനെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ പോവുള്ളൂ. ഈ പുതിയ വർത്തമാനം ഒന്നും പറഞ്ഞ് ഈ മഹലിലേക്ക് വരണ്ട, ഈ സ്ഥലത്തേക്ക് വരണ്ട, ഈ നാട്ടിലേക്ക് വരണ്ട എന്ന് പറയുമ്പോ ഇത് ജൂത പാരമ്പര്യമാണ്, അത് ക്രൈസ്തവ പാരമ്പര്യമാണ് എന്ന ഖുർആൻ അത് പറയുന്നു. അങ്ങനെ വർത്തമാനം പറയുക എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അവലൂകാന ആബാഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. പൂർവ്വപിതാക്കൾ പല കാര്യങ്ങളിലും കാര്യം ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റുമെന്നാണോ പറയുന്നത്? അങ്ങനെയുണ്ട്. വാപ്പപ്പാപ്പാർ എന്തും ചെയ്താൽ അതിലൂടെ അങ്ങോട്ട് പോവുക എന്നത് വിശുദ്ധ ഖുർആൻ ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. മൂസാ അലൈഹി ഇസ്ലാമിനോടും ചോദിച്ചിട്ടുണ്ട്, നീ വർത്തമാനം പറഞ്ഞത് പ്രകാരം നിന്റെ പൂർവികരൊക്കെ പിഴച്ചുപോയവരാണോ? എന്താ മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുത്താണ്. ആരാണ് പിഴച്ചതെന്ന് വിധിക്കേണ്ടത്? ഞാനല്ല. അപ്പൊ പിഴച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. പിഴച്ചിട്ടില്ലാത്തവരെയും വിധിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾക്ക് എന്നെ പിൻപറ്റിയേ പറ്റൂ. ഞാൻ ഈ പറയുന്നത് വേദമാണ്, വിശുദ്ധ ഖുർആനാണ്, അല്ലെങ്കിൽ ഗ്രന്ഥമാണ്, ദൈവികമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആശയത്തെ ഈ സംഗതിയെ പിൻപറ്റിയേ പറ്റൂ. നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ പൂർവികരിലേക്കോ അതേപോലെ ഇനി വരാനിരിക്കുന്ന ആളുകളിലേക്കോ അല്ല, ഇതാണ് നിങ്ങളുടെ മാർഗം. വഴിപിഴച്ചവർ ആരാണെങ്കിലും അവരുടെ മാർഗമല്ല ഇതാണ് എന്ന് മൂസാ അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളും അത് തന്നെയാണ് പറയേണ്ടത്. പൂർവികരായ ആളുകൾ ചെയ്ത നന്മയുണ്ടെങ്കിൽ ആ നന്മയെ നമുക്ക് പിൻപറ്റാം. ശരിയല്ലാത്ത കാര്യങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിൻപറ്റി കഴിഞ്ഞാൽ ആ പാരമ്പര്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുക സാധ്യമല്ല, അള്ളാഹുവിലേക്ക് എത്തുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല മനുഷ്യനെ പിശാച് ഇതിലെ വഴിതെറ്റിക്കുന്നത് പൂർവികരുടെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെയും സഹാബികളുടെയും പാരമ്പര്യം അഹ്ലുസുന്നത്തിന്റെ അടിത്തറയിൽ നിന്നുള്ള ഒരു അൽ ജമാഅത്തിൽ നിന്ന് അതിനെയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് മറ്റു സമൂഹങ്ങളെ വഴിതെറ്റിച്ചതുപോലെ വാപ്പപ്പാപ്പാരിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു? അത് നമ്മളെ തിരിച്ചുവിടുന്നു എന്നതാണ് ഏതൊരു കാലഘട്ടത്തിലും പിശാചിന്റെ തന്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രീതി നേടാനാണ് പ്രവാചകന്മാർ നമ്മളോട് ആഹ്വാനം ചെയ്തത്. അള്ളാഹുവിന്റെ പ്രീതിയാണ് നിങ്ങൾ നേടേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളോ എന്നിട്ട് പിശാച് പറയാൻ അള്ളാഹുവിന്റെ പ്രീതിയിൽ ഉപരിയായിട്ടാണ് നിങ്ങളുടെ വാപ്പപ്പാപ്പന്മാര് പൂർവികരുടെ വഴി അവരുടെ പ്രീതി കൂടെ വാങ്ങിയെങ്കിലും നിങ്ങൾ അള്ളാഹിന്റെ പ്രീതി കിട്ടുള്ളൂ. അതിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പൂർവികരുടേതാണ് എന്ന് പറഞ്ഞു പറ്റിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറയാണ്, അതില് അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മളും ആലോചിച്ച് നോക്കൂ, നമ്മളുടെ പൂർവികരുടെ വഴി തേടി പോയി കഴിഞ്ഞാൽ വല്ല ചെറുമനും അതുപോലുള്ള ആളുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണല്ലോ കേരളത്തിലെ ഒരു പരമ്പര നമ്മൾ അങ്ങനെ തേടിപ്പോയി കഴിഞ്ഞാൽ. നേരെ മറിച്ച് പ്രവാചകന്മാരുടെ പരമ്പര തേടിപ്പോയാൽ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കും ഒക്കെ നമ്മൾ എത്തും. ആ പാരമ്പര്യത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ലയിച്ചു ചേരുകയാണ് വേണ്ടത്. അതാണ് നമ്മളുടെ പാരമ്പര്യം. അവരൊരിക്കലും വഴിപിഴച്ചവരല്ല. അതുകൊണ്ട് പ്രവാചകനിലേക്ക് വരൂ, അള്ളാഹുവിലേക്ക് വരൂ, ഇതാണ് യഥാർത്ഥ വഴി എന്ന് പറയുമ്പോ അല്ല ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു കാലഘട്ടത്തിലും പിശാചിന്റെ വഴികളിലാക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവ രണ്ടിനെയും മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെയും കിതാബിന്റെയും ഗ്രന്ഥത്തെയും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വാപ്പ പറഞ്ഞാൽ പോലും ഖുർആൻ പറയാൻ വാപ്പ സ്വന്തം വാപ്പാന്റെ വാപ്പ പിന്നെ അതിന് ശേഷമല്ലേ
സ്വന്തം വാപ്പ തുടങ്ങിയിട്ടാണ്. വാപ്പയുടെ ബന്ധമാണല്ലോ വല്യാപ്പാന്റെ അടുത്തേക്ക് എത്തുന്നത്. ആ വാപ്പ പറഞ്ഞാൽ പോലും ഉമ്മ പറഞ്ഞാൽ പോലും നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ കേട്ടുപോകരുതെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. അല്ലാഹു സുബ്ഹാനഹു എന്നാൽ നിനക്കറിവില്ലാത്ത വല്ല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസുമായി വെച്ച് നോക്കിയാൽ അത് യോജിക്കുന്നില്ല എന്ന് വരുന്ന വല്ല കാര്യവും, ചെറുതാവട്ടെ വലുതാവട്ടെ, വല്ല കാര്യവും നിങ്ങൾ പങ്കാളികളാക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ നിർബന്ധിച്ചാൽ നീ ഒരിക്കലും അവർക്ക് കീഴ്പ്പെട്ടു പോകരുത്, നീ അവതരിപ്പിച്ചു പോകരുത്. അങ്ങനെ വാപ്പപ്പാപ്പന്മാര് ചതിക്കപ്പെടും. അതിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വന്തം പിതാവാണെങ്കിലും ഖുർആൻ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. പിന്നീട് നിങ്ങൾ പിശാചുക്കളുടെ മാർഗത്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്താണ് പിൻപറ്റേണ്ടത്? നിങ്ങൾ പിൻപറ്റേണ്ടത് ഇഹലോകത്തെ നീ അവരോട് നല്ല നിലയിൽ വർത്തിക്കാം, പക്ഷേ എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം മാത്രമേ നീ പിൻപറ്റാവൂ. ഒടുവിൽ എന്നിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഒക്കെ മടക്കം. വാപ്പാന്റെയും വാപ്പപ്പാരുടെയും ഒക്കെ മടക്കം എവിടേക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രവർത്തിച്ചിട്ടാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ ആരൊക്കെയാണ് മാതൃകയാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് നാം നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് വിവരിച്ചു തരും. നീ വലിയ വർത്തമാനം പറഞ്ഞിരുന്നു, വലിയ പ്രവാചക സ്നേഹം പറഞ്ഞിരുന്നു, പക്ഷെ നീ പോയ വഴി ഏതാണ്? നിന്റെ ഉപ്പപ്പാപ്പമാരുടെ വഴിയിലൂടെയാണ് നീ പോയത്. അതിൽ പോയാൽ ശരിയാവില്ല. ഇതാണിട്ടോ ഖുർആനിന്റെ വഴി, ഇതാണിട്ടോ പ്രവാചകന്റെ യഥാർത്ഥ വഴി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ അതിലൂടെ എന്ന് പറഞ്ഞ് ജൂതന്മാർ പോയതുപോലെ, ക്രൈസ്തവർ പോയതുപോലെ നീ പോയിട്ടുണ്ടോ എന്ന് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തരുമെന്നാ പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യനെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യനെയും മുസ്ലിമായിട്ടാണ് ജനിപ്പിക്കുന്നത് തന്നെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒക്കെ. പക്ഷെ മാതാപിതാക്കളുടെ പിന്നാലെ പോയി അവർ, മാതാപിതാക്കളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നത്. അവിടെ സ്വന്തം വിവേകവും ബുദ്ധിയും വരുമ്പോ എന്റെ ഈ മാതാവ് പറയുന്നത് ശരി തന്നെയാണോ, എന്റെ പിതാവ് പറയുന്നത് ശരി തന്നെയാണോ എന്ന് നോക്കാൻ സന്നദ്ധമല്ലാത്ത മനുഷ്യർ അവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതേപോലെ വഴി പിഴച്ചും പോകുന്നത് മാതാപിതാക്കളാണ് വഴിതെറ്റിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ്, യഥാർത്ഥ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹീതമായ മാർഗമാണ് വാപ്പപ്പാര് പറയുന്നതെങ്കിൽ അത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സൂറത്ത് തൗബയിൽ ഒരു ആയത്തുണ്ട്, ആദ്യം തന്നെ ആബാവിനെ പറയും, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 8 വിഭാഗം. സക്കാത്തിന്റെ വിഭാഗം 8ആണ്, ഈ പറഞ്ഞ വിഭാഗവും 8ആണ്. സക്കാത്തിൽ നിന്നൊക്കെ തെറ്റിയിട്ട് ഈ 8 വിഭാഗത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും സ്വന്തം വീടോ ഭവനമോ ഭാര്യയോ കുട്ടികളോ സന്താനങ്ങളോ അതിൽ വാപ്പപ്പന്മാരോ എന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാൻ, അതിലേക്ക് ഏതെങ്കിലും ഈ 3 കാര്യങ്ങൾ വിട്ടേച്ച് നീ തിരിഞ്ഞാൽ സക്കാത്ത് ഉൾപ്പെടെയുള്ള സംഗതി കൊടുക്കാൻ സാധ്യമല്ലാതെ അങ്ങനെയാണ് ഭാര്യനെ പോറ്റിയത്, മക്കളെ പോറ്റിയത് എങ്കിൽ അവർക്ക് വരുന്ന മഹാദുരന്തത്തെ കുറിച്ച് നിങ്ങൾ കാത്തിരുന്നു, നീ കാത്തിരുന്നു കൊള്ളുക. അള്ളാഹുവിന്റെ ഉത്തരവ് പുറപ്പെടും. ഇവിടെ ആബാ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആബാഇനെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം പിതാക്കളെ നമ്മൾ അനുസരിക്കേണ്ടതില്ല, ആശീർവദിക്കേണ്ടതില്ല, അവർ ശരിയായ മാർഗമേ അള്ളാഹുവിന്റെ കാര്യത്തിൽ പാലിക്കാവൂ. എല്ലാത്തിടങ്ങളിൽ കൊടിയ മുശ്രിക്കാണെങ്കിലും ഏറ്റവും നല്ല മഅറൂഫായിട്ട്, ഏറ്റവും നല്ല സുന്ദരമായ രീതിയിൽ അവരോട് പെരുമാറണം. അല്ലാത്തവന് ദീനില്ല എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ കൊടിയ മുശ്രിക്കാണെങ്കിലും അവരോട് ഏറ്റവും നല്ല മാന്യമായ രീതിയിൽ വർത്തിക്കണം. അവർ തെറ്റായ വഴിയിലേക്ക് പറയുമ്പോൾ അതിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്നതൊന്നല്ല ഈ വഴി എന്ന് പറയും. അഹ്ലുസുന്നത്തിന്റെ അടിത്തറയിൽ ഇത്തിബാ ചെയ്യണം, അതിനെ പിൻപറ്റി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ പറയും ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹുവിന് കൊടുക്കണം. ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. അതുകൊണ്ട് വമഹിയായും വമമാതി ഒക്കെ വിട്ടുകൊടുക്കണം. അപ്പൊ ഒരു ചിന്തയും നോട്ടവും ഒക്കെ അല്ലാഹുവിനുള്ളതാണ്. നിങ്ങളുടെ കുടുംബം അല്ലാഹുവിനുള്ളതാണ്. നാടും വീടും പ്രദേശങ്ങളും മുഴുവനും അല്ലാഹുവിന് വിധേയപ്പെടേണ്ടതാണ്. അതാണ് ഇസ്ലാം. എല്ലാ ഇലാഹുകളെയും വിടിഞ്ഞ് അല്ലാഹുവിൻ എന്ന് പറയുന്ന ഒരു സത്യത്തെ അത് സ്ഥാപിച്ചെടുക്കലാണ് ഇസ്ലാമിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ
അവിടെയൊന്നും പിതാക്കള് എന്ത് ചെയ്തിട്ടില്ല, അവിടെയൊന്നും പിതാക്കൾ അങ്ങനെ നടന്ന് കാണിച്ചു തന്നിട്ടില്ല. പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂവെങ്കിൽ അപ്പിതാക്കളെ നമുക്ക് പിൻപറ്റുക സാധ്യമല്ല. അങ്ങനെ പിൻപറ്റി കഴിഞ്ഞാൽ ആളുകൾ സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുന്നുണ്ട്, കള്ളത്താപ്പുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അഴിമതി നടത്തുന്ന, മദ്യം വിളമ്പുന്ന, വ്യഭിചാരശാലകൾ നടത്തുന്ന, അള്ളാഹു നിഷിദ്ധമാക്കിയ കൊള്ള പലിശ വരെ കൊണ്ടു നടക്കുന്ന ആളുകളെ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ആളുകൾ അവരിന് മുഖം തിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാ മേഖലയിലും ഇത്തിബാഅ് ചെയ്തുകൊണ്ട് തിരിഞ്ഞ ആളുകളെ നോക്കിക്കൊണ്ട് അവർ പറയും വിശ്വാസികൾ, അത്തരം വിശ്വാസം പൂർത്തീകരിക്കപ്പെട്ട ആളുകൾ അവരെ കടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിറുക്കുമായിരുന്നു. ആ പുതിയ ആള് നമ്മുടെ മഹലിൽ ഇപ്പൊ പുതിയതൊരുത്തൻ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കുമായിരുന്നു. വിശ്വാസികളെ കാണുമ്പോൾ, യഥാർത്ഥ വിശ്വാസികളെ കാണുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇക്കൂട്ടർ പിഴച്ചുപോയവർ തന്നെയാ, നമ്മുടെ വാപ്പപ്പാപ്പാരുന്നൊക്കെ പിഴച്ച് മൂപ്പരിപ്പോ പുതിയൊരു വാദയിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് പിഴച്ചുപോയവരാണെന്ന് പറയാൻ ഒരു മടിയുമില്ല. അള്ളാഹുവിനെ അവന്റെ റസൂലിനെയാണ് നമ്മൾ ഇത്തിബാഅ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ വിഭാഗത്തെ നോക്കി പിഴച്ചവരാണെന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ അവരെ വിശ്വാസികളുടെ നിരീക്ഷകരായി നാം നിയോഗിച്ചിട്ടില്ല. അവർ പിഴച്ചതാണോ അവർ സത്യസന്ധനാണോ എന്ന് നിർണയിക്കാനോ പറയാനോ ഉള്ള അവകാശം ഒരുത്തനും ഞാൻ കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യനെ കുറിച്ചും പറയാൻ അനുവാദമില്ല, അവകാശമില്ല. ഞാൻ അവരെ നിരീക്ഷകരായിട്ടൊന്നും നിയോഗിച്ചിട്ടില്ലായിരുന്നു. കള്ളത്താപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന, മദ്യം വിളമ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ യഥാർത്ഥ പരിപൂർണമായി പ്രവാചകനെ പിൻപറ്റണമെന്ന് പറയുന്നവരെ നോക്കിയിട്ട് ഈ കോലത്തിൽ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ അവരുടെ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരെയും റബ്ബുകളായി വരിച്ചു എന്നാണ്. ആ റബ്ബ് അവരുടെ റബ്ബ് അല്ലാഹുവാണ്. ഇതങ്ങോട്ട് പൂർവികരിലേക്കും അതേപോലെ ഇതിലേക്കൊക്കെ തിരിക്കുന്ന കുറെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉണ്ട് അവർക്ക് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. ആൽ ഇംറാൻ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അവരവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി. അള്ളാഹുവിനെ റബ്ബുകളാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം അവരുടെ ആര് കൂടി സ്വീകരിച്ചു? റബ്ബുകളായിട്ട് വരിച്ചു. ആരെ? പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും. അപ്പപ്പാപ്പാര് ഉൾപ്പെടെ അങ്ങനെ ചെയ്ത ഒരു സമൂഹം ആയി അവരിൽ അധികം ആളുകളും മാറി. ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും തന്നെയാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്താൽ മുസ്ലിങ്ങൾക്കും ബാധകമാണ് ഈ ആയത്തുകളൊക്കെ. അവർ ചെയ്ത പണിയതാണ്. യാ റസൂലുള്ളാഹ്, ഇതിന്റെ ഈ ആയത്ത് ഇങ്ങനെ ഓതി അവതരിപ്പിച്ച് വഹി ഇറങ്ങിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പ്രവാചകൻ ഓതുമ്പോൾ ആ സമയത്ത് അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ഒരു സഹാബി അവിടെ ഉണ്ടായിരുന്നു പ്രവാചകന്റെ മുമ്പിൽ. അദ്ദേഹം ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അപ്പൊ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം യകൂനു യഅബുദൂനഹും, അവർക്ക് ഇബാദത്ത് ചെയ്യാറില്ലല്ലോ. ഇബാദത്ത് എന്നാണ്. ഇത്തഖദു അഹ്ബാറഹും മിൻ റുഹ്ബാൻ അർബാബ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അവരെന്ത് ചെയ്തു? വഴിപ്പെട്ടു, അല്ലെങ്കിൽ വിധേയപ്പെട്ടു എന്ന കോലത്തിലാണ്. അവർ പൂജിക്കാറില്ല. അപ്പം ആരാധനക്ക് അർത്ഥം പൂജയാണെന്നും അതേപോലെ പ്രാർത്ഥനയാണെന്നും ഒക്കെ അർത്ഥാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇബാദത്തിന് അർത്ഥം എന്താണ്? പൂജ. അതുപോലെ ആരാധനകൾക്ക് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയാ, ബാക്കിയൊന്നും ഇബാദത്തിൽ പെടില്ല എന്ന് പറയുന്ന ആളുകള് ഇദ്ദേഹത്തിനും ആ ചിന്ത ഉണ്ടായിരുന്നു. പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ പഠിച്ചു വെച്ചതായിരിക്കും. അദ്ദേഹം ചോദിച്ചു ഉടനെ തന്നെ, യാ റസൂലല്ലാഹ്, ലം യകൂന യഅബുദൂനഹും, അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് ഇബാദത്തൊന്നും ചെയ്യാറില്ലല്ലോ. അതായത് പൂജിക്കാറോ ആരാധിക്കാറോ അവരോട് പ്രാർത്ഥിക്കാറോ ഒന്നും ഇല്ലല്ലോ. പിന്നെന്താ റസൂല് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഹാഷിം അപ്പൊ പറഞ്ഞു, അമാ കാനു യുഹില്ലൂന ലക്കും യുഹരിമൂന ഫതഖുദൂന ബി അഖ്വാലിഹിം, അവർ നിങ്ങൾക്ക് ചിലത് അനുവദിച്ചു തരികയും ചിലത് നിഷിദ്ധമാക്കുകയും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. അതെ, അത് ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ, ഇതൊന്നും നിങ്ങൾ എടുക്കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് തീരുമാനിക്കുന്നത്. ഖുർആൻ അള്ളാഹ് റസൂൽ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ്ടല്ല, അവരങ്ങനെ തീരുമാനിക്കണം. അവരുടെ സഭയിൽ ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ വേണ്ട. നമ്മുടെ പള്ളി ചില മഹല്ലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് അങ്ങനെയാണ് തീരുമാനിക്കും. സ്ത്രീധനങ്ങൾ വാങ്ങിക്കോളൂ, മഹറൊന്നും ഇപ്പോൾ വലിയ വിഷയാക്കണ്ട. അതേപോലെ വിവാഹ മേഖലയിലൊക്കെ എന്താ ആദർശം, അതൊക്കെ അത് പൂർണ്ണമായി പരിഗണിക്കണമെന്നില്ല. നാട്ടിലൊക്കെ മദ്യം ഉണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ല, അതിന് നേതാക്കന്മാർ ഇറങ്ങുകയില്ല. അങ്ങനെയുള്ള ഒരു കുറെ ഹറാമുകളുടെ പദവി അവർ തീരുമാനിക്കാറില്ലേ എന്ന് ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു. മദ്യവും അതേപോലെ വിചാരം, ലോട്ടറി, ചൂതാട്ടം, അതേപോലെ ശിർക്കൻ വ്യവസ്ഥകള്, അതേപോലെ തന്നെ ഹാക്കിമിയത്ത് ഇപ്പൊ ഇവിടെ വേണ്ട,
അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ നിൽക്കേണ്ടതില്ല. ഖിലാഫത്തൊന്നും ഇവിടെ മിണ്ടേണ്ടതില്ല. അതേപോലെ ശരീഅത്തിന്റെ വർത്തമാനമൊന്നും ഇന്ത്യ പോലുള്ള രാജ്യത്തെ നിങ്ങൾ മിണ്ടിപ്പോവരുത്. ജക്കാത്തിന്റെ വ്യവസ്ഥ ഒന്നും ഇപ്പൊ നമ്മുടെ മഹലില് കൊണ്ടുവന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവർ ഹലാൽ ഹറാം അവർ തീരുമാനിക്കാറില്ലേ എന്ന് അദീബിനാത്തിനോട് പാർലമെന്റിലേക്കോ അതേപോലെ നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ ഒന്നും നിങ്ങൾ ഈ ഇസ്ലാമൊന്നും പറഞ്ഞ് അള്ളയും പറഞ്ഞ് റസൂലൊന്നും പറഞ്ഞ് വരേണ്ടതില്ല. അതേപോലെ സിനിമാ ലോകത്തേക്കൊന്നും നിങ്ങൾ ഇസ്ലാം വീട്ടും കടക്കേണ്ടതില്ല. സാഹിത്യ ലോകത്തേക്കൊന്നും നിങ്ങൾ ഇസ്ലാം വീട്ടും കടക്കേണ്ടതില്ല. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഇപ്പൊ മുമ്പേ ബാങ്ക് കൊടുത്താൽ തന്നെ അതൊക്കെ പൂർത്തിയായി. നിങ്ങളടുത്ത വീട്ടിലൊക്കെ കയറി ഇസ്ലാമിന്റെ പ്രബോധനവും ആ കാര്യങ്ങളും നടത്തേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞ് അവർ ഹലാല് ഹറാം എന്തൊക്കെ ചെയ്തോളി, നിങ്ങൾ മൗലൂദ് കഴിച്ചോളി, റാത്തീബ് കഴിച്ചോളി. അതേപോലെ പള്ളി അവസാനം എന്താണ്, ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയില്ല, അള്ളാഹുവിന്റെ റസൂല് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് റാത്തീബും കുത്തുബിയത്തും 7, 15, 40 തുടങ്ങി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആണ്ടോടാണ്ടും നേർച്ചകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പകരം വെച്ചു കൊടുക്കുകയും ചെയ്യുക. അത് നിങ്ങൾ ചെയ്യാറുണ്ടോ? അതാണ് ചോദിച്ചത്. മുസ്ലിം സമുദായത്തിന് ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ വലിയൊരു പരമ്പര തന്നെ കാണാൻ സാധിക്കും. അള്ളാഹ് പറഞ്ഞ് പലിശ ഉൾപ്പെടെ തിന്നുകൊണ്ട് അവര് ഹറാമും ഹലാലും ഒക്കെ മാറ്റി മറിച്ച് അങ്ങനെ പുരോഹിതന്മാര് നല്ല അവരെ വർത്തമാനം കേട്ട വായ്ത്താരി കേട്ടാ നീ അങ്ങോട്ട് കോരി തരിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചാരി വെച്ച മരത്തടികളാണെന്ന് സൂറത്തുൽ മുനാഫിഖുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ദീനിന്റെ ഒരു കണിക പോലും പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ തടഞ്ഞു വെക്കുന്ന, എന്നിട്ട് പകരം എന്ത് കൊണ്ടുവരും നോക്കും നിങ്ങൾ. റസൂലിന്റെ ശരീരം ഒന്നിച്ച് കിട്ടിയാൽ പോലും ചെയ്യാൻ പറ്റാത്ത പണിയാണ് പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് മുടി കിട്ടിയാണ്, എന്നിട്ട് അതൊരു പള്ളിയാക്കിയിട്ട് വരെ മാറ്റുന്നിടത്തേക്ക് എത്തുകയും അതിനൊക്കെ കൊണ്ടു നടന്ന് അതിന്റെ രാഷ്ട്രീയ അധികാര സ്വാധീനമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി അത് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന പൗരോഹിത്യം ഞാനത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചതാ. കാരണം അതിന്റെയൊക്കെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീരം മുഴുവൻ കിട്ടി നോട്ടിക്കോ. അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞു അവർ ജൂതന്മാർ ചെയ്ത പണിയാണ്. അവരുടെ പ്രവാചകന്മാരെ മേൽ പള്ളി ഉണ്ടാക്കി, അവര് ഖബറ് കെട്ടിപ്പൊക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കും നിങ്ങൾ. അപ്പോ ഇദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. പുരോഹിതന്മാർ ഇന്നതൊക്കെ ചെയ്തോളി, ഇന്നതൊക്കെ ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്യാതെ ഞങ്ങൾ എന്നെ അനുസരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, ഇപ്പൊ പ്രവാചകൻ പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം അത് തന്നെയാണ് ശിർക്ക്, അത് തന്നെയാണ് അവർക്ക് ചെയ്തുന്ന ഇബാദത്ത്, അത് തന്നെയാണ് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് ഈ ആയത്ത് ഇറങ്ങുന്ന ചൂടോടുകൂടി തന്നെ ഈ സമൂഹത്തിന് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ സഹോദരികളെ വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഖബർ എന്ന നിർബന്ധമായ സാഹചര്യത്തിൽ ഒരു ഖബർ കണ്ടുകൂടാ എന്നൊന്നുമല്ല. ഇന്നിപ്പോ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ പോയാൽ കാണാം. എന്നിട്ട് അതിന്റെ മേലെ കിടക്കുന്ന അതേപോലെ ജാറങ്ങളും ഒക്കെ ഖബറിടങ്ങളിലെ നിറയെ സ്ത്രീകളാണ്. പള്ളിയിലേക്ക് വരാൻ പാടില്ല, പള്ളി അവർക്ക് നിഷിദ്ധമാണ്. മറ്റേത് നേർച്ചകളിലും അതുപോലുള്ള സംഗതികളിലേക്കൊക്കെ നിങ്ങൾ പോയിക്കോളൂ, ഖബറൊക്കെ നിങ്ങൾ സന്ദർശിച്ചോളൂ, അവിടെ സുജൂദ് വരെ ചെയ്ത് പ്രാർത്ഥിച്ചാലും അതൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ അതിനോട് ചേർത്ത് പറയാം വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ്, ഖബറിന്മേൽ പള്ളി നിർമ്മിക്കുന്നവരെയും വിളക്ക് വെക്കുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബർ, ഏതൊരു മനുഷ്യന്റെയും ഖബർ അതിന്മേൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ദുരന്തമാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊരിക്കൽ റസൂൽ സാഹസ് പറഞ്ഞു മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പ്രവാചകൻ പറയാൻ ഖാത്തലല്ലാഹുൽ യഹൂദ വൻ നസാറ, ജൂതന്മാർക്കും ക്രൈസ്തവരെയും അള്ളാഹുവിന്റെ ശാപം അവർക്ക് നശിക്കട്ടെ. അവർ അള്ളാഹുവിന്റെ റസൂലാട്ടോ ശപിക്കുന്നത്. എന്തായിരിക്കും ആ മനുഷ്യരുടെ കഥ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ ശരിവെച്ചവരുടെ കഥ. ലോകത്തെ ഏറ്റവും വലിയ ജനതയാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികളെയും എന്തിന്റെ പേരിലാ പ്രശപിച്ചതിരിക്കുന്ന ഇത്തഖദുൽ ഖുബൂറ അംബിയാഉഹും, കാരണം അവർ തങ്ങളുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി എന്നാണ്. അമ്പിയാക്കളുടെ മുടി കിട്ടിയിട്ട് അത് ആരാധനാലയാക്കിയാലോ എന്തായിരിക്കും? എത്ര ഗൗരവമുണ്ട്. ശരീരം കിട്ടിയാൽ പോലും ചെയ്യാൻ പറ്റാത്ത, ശരീരത്തോട് പോലും ചെയ്യാൻ പറ്റാത്ത പണികൾ വരെ ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടുന്നു. അതിന് തെളിവെന്താണ്? ആബാകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിൻപറ്റേണ്ടത്. അതുകൊണ്ട് സഹോദരികളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ 31, 32 ആയത്തുകൾ അള്ളാഹു പറയാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹ് അയച്ചതാണ് റസൂൽ, അല്ലാതെ അള്ളാഹ്ക്കാളും വലുതാവില്ലല്ലോ, അള്ളാഹിനെക്കാളും വലുതാവില്ലല്ലോ. അള്ളല്ലേ നമുക്ക് റസൂലായി നിശ്ചയിച്ചതും അയച്ചതും. ആ അള്ളാഹാണ്. അത് കഴിഞ്ഞിട്ടല്ലേ അള്ളാഹ് കഴിഞ്ഞിട്ടല്ലേ റസൂൽ ഉണ്ടാവാൻ പാടുള്ളൂ.
നിങ്ങൾ ആരെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, പ്രവാചകനെ പിൻപറ്റണം, ഇത്തിബാ ചെയ്യണമെന്ന്, ഹുബ്ബ് ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞു. ഹുബ്ബിനോടൊപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഹുബ്ബ് പറഞ്ഞിട്ടില്ല, ഇത്തിബാ ആണ് പറഞ്ഞിരിക്കുന്നത്. യുഹിബ്ബുക്കുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവിടുത്തെ ഓഫറാ. ഇതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമ്മുടെ പാപങ്ങള് ചില സമയത്ത് ചില പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹു അങ്ങനെ നമ്മളെ കഴിച്ചിലാക്കും. അള്ളാഹിനോടൊക്കെ കുറെ പ്രാർത്ഥിക്കുകയും അത് മഞ്ഞുപോലെ ഉരുകിപ്പോവും. വലിയ ദുരന്തമാണെന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു, പേടിച്ചിരുന്നു. പക്ഷെ അത് മഞ്ഞുപോലെ ഉരുക്കിക്കളയും. പക്ഷെ എല്ലായ്പ്പോഴും അത് ചെയ്തോളുന്നില്ല. വലിയ ദുരന്തം തന്നെ നമ്മളിലേക്ക് വരും. വലിയ മാരകമായ ക്യാൻസർ രോഗം, ഇന്നല്ലെങ്കിൽ അനങ്ങാനോ പറയാനോ കണ്ണു നിളച്ച് കരഞ്ഞിട്ട് യാതൊരു ഫലവുമില്ലാത്ത രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തപ്പെടും, മരണമുഖത്തെത്തും. ആ സമയത്താണ് പാപങ്ങൾ മുഴുവനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ, സൽക്കർമ്മങ്ങൾ പകരമായി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി നാശമായി മാറി. നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നോക്കാൻ പാടില്ലാത്തത് നോക്കിയിട്ടുണ്ടാവും, കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ടാവും, കാണേണ്ടത് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം. വലിയ പാപം അതാണ്. കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ തയ്യാറില്ല. കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും കേൾക്കാൻ തയ്യാറില്ല. നിഷേധിച്ച് അങ്ങനെ തന്നെ പോവാം. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം എന്തായി മാറും? അവസാനം ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തിട്ടുണ്ടാവും, ചെയ്യൽ നിർബന്ധമുള്ള പലതും ചെയ്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ പലതും ഗുരുതരമായ പാതകങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടും ആ രേഖപ്പെടുത്തപ്പെടുന്ന രേഖകൾ ഉണ്ടല്ലോ, അത് മരണമുഖത്ത് വലിയ ഭീമാകാരമായ ദുരന്തമായി വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തിബായിലേക്ക് കടക്കണം. നിങ്ങൾ ഇത്തിബായിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഓഫർ എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും, ചെയ്യേണ്ടതും ചെയ്യാത്തതും പാപമാണെങ്കിൽ അതും, ചെയ്യേണ്ട ഒരുപാട് കാര്യം ചെയ്യാതെ പോലും അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. കാരണം ഇത്തിബായിലേക്ക് നിങ്ങൾ വരണം. പ്രവാചകനെ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് നിങ്ങൾ പിൻപറ്റണം. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അവരോട് ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ പറയാൻ, ഖുൽ അത്തിഉല്ലാഹ വർ റസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, പറയുക അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക. താങ്കളുടെ ഈ സന്ദേശം നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും കേൾക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുവാൻ വിസമ്മതിക്കുന്ന ഒരുത്തനെയും അവൻ സ്നേഹിക്കുക എന്നത് സംഭവമല്ല തന്നെ. കാഫിർ എന്നാ പറയുന്നത്. അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇത്തിബാഇൽ നിന്ന് മുഖം തിരിച്ചവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ റസൂലിന്റെ ആളായാലും അള്ളാഹു പറഞ്ഞത് പ്രകാരമല്ല കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു വിഷയമേ ഉദിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ യഥാർത്ഥ പ്രവാചകനെ തികച്ചും കണ്ടെത്തുക മാത്രമല്ല, അത് ജനങ്ങൾക്ക് നൽകാൻ എത്തിച്ചു കൊടുക്കുന്ന നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യുന്ന ആ മാസമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ മാസവും നമുക്ക് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. അങ്ങനെ അനുഗ്രഹമാക്കപ്പെട്ട ഈ മാസം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാക്കപ്പെട്ട മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.